എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത്തവണത്തെ വീഡിയോയിൽ ബ്രസീലിനെ പറ്റിയാണ്. ബ്രസീൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിയ വലിപ്പം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ രാജ്യമാണ്. അതിന് മുന്നിലുള്ളത് ഒന്ന് റഷ്യ, രണ്ടാമത്തെ കാനഡ, മൂന്നാമത്തേത് ചൈന, 4 അമേരിക്ക. ഈ 4 രാജ്യങ്ങളാണ്. ഒരു വൻകര എന്ന് പറയുന്ന ഓസ്ട്രേലിയ പോലും ബ്രസീലിനേക്കാളും ചെറുതാണ്. ബ്രസീലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം കൊണ്ട് തെക്കേ അമേരിക്കയിലെ പകുതിയിലധികം സ്ഥലം തന്നെ ബ്രസീലിന് സ്വന്തമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. ബ്രസീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് ഫുട്ബോളിനെ പറ്റിയാണ്, അല്ലേ? ഫുട്ബോൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാം ആമസോൺ മഴക്കാടുകളുടെ കേന്ദ്രമാണ്. അതായത് ലോകത്തുള്ള ആമസോൺ നദികളുടെ ആമസോൺ മഴക്കാടുകളുടെ 50% ഉള്ളത് ബ്രസീലാണ്. ഈ മഴക്കാടുകളുടെ സാന്നിധ്യമാണ് ബ്രസീലിന്റെ കാലാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നത്. ബ്രസീലിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ കിഴക്ക് പ്രദേശത്ത് കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രമുണ്ട്. അതിന്റെ തീരപ്രദേശത്തിന് തന്നെ 7360 കിലോമീറ്റർ നീളമുണ്ട്. അപ്പൊ എത്രത്തോളം ദൈർഘ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ബ്രസീലിലെ ഏറ്റവും വലിയ മഹാനഗരങ്ങളായ 3 നഗരങ്ങളുണ്ട്. ഒന്ന് തലസ്ഥാനം ബ്രസീലിയ, രണ്ടാമത്തെ സാവോപോളോ, മൂന്നാമത്തെ റിയോ ഡി ജനീറോ. ഈ സാവോപോളോയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്നത്. ഏറ്റവും വലിയ സിറ്റിയും അത് തന്നെയാണ്. പെലെയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും പെലെ എന്ന് പറയാം. പക്ഷെ പെലെയുടെ അസൽ പേര് കൃത്യമായിട്ട് പറഞ്ഞാൽ എഡ്സൺ അരാൻഡസ് ഡി നാസിബെന്റോ. അതായത് നാസിബെന്റോ എന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരാണ്. അതാണ് എഡ്സൺ അരാൻഡസ് ഡി നാസിബെന്റോ. ബ്രസീല് അതിന്റെ വലിപ്പം കൊണ്ട് അവിടുത്തെ 9 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്നുണ്ട്. അതായത് ബ്രസീലിൽ ആ ഭൂഖണ്ഡത്തിലെ അതിർത്തി പങ്കെടുക്കാത്ത 2 രാജ്യങ്ങളുള്ളത്. അത് ഒന്ന് ചിലിയും ഒന്ന് ഇക്വഡോറുമാണ്. ചിലി, രണ്ടാമത്തെ ഇക്വഡോർ. ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്നു. അതേപോലെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ബ്രസീലിന്റെ അധീനതയിൽ നിരവധി ദ്വീപുകളുമുണ്ട്. ലോകത്തിലെ പാൻഡനാൽ എന്ന ചതുപ്പ് പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചതുപ്പ് നില പ്രദേശം. അത് ബ്രസീലിന്റെ തലസ്ഥാനമായ ബ്രസീലിലേക്ക് സമീപത്താണ് കിടക്കുന്നത്. ആധുനിക ലോകത്ത് എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തിന് ഇങ്ങോട്ട് ബ്രസീലിന്റെ പേര് അധികവും നമ്മൾ പത്രത്തിൽ വായിച്ചിരിക്കുന്നത് ബ്രിക്സ് എന്നതിനെ പറ്റിയാണ്. ബ്രിക്സ് എന്ന് പറഞ്ഞാല് പെട്രോൾ ഡോളറിന് പകരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാണയമാണ്. അത് ഓരോ ദിവസവും കൂടുന്നതോറും അതിന്റെ വികസനം വർദ്ധിച്ചു വരുന്നു. ഈ ബ്രിക്സ് എന്ന നാണയത്തിന്റെ പേര്, അന്താരാഷ്ട്ര കൂട്ടുകെട്ടിന്റെ പേര് ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങളാണ് ഈ സംഘടനയിൽ അംഗമുള്ളത്. തുടക്കത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഇന്തോനേഷ്യ, അൾജീരിയ പോലെ നിരവധി രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്രസീലിന് അതിന്റെ വലുപ്പം കൊണ്ട് 1, 2, 3, 4 സമയമേഖലകൾ തന്നെ സ്വന്തമായിട്ടുണ്ട്. അതാണ് ബ്രസീലിനെ പറ്റി ഉള്ള പ്രാഥമികമായ അടിസ്ഥാനപരമായ വിവരങ്ങൾ. 1500 യൂറോപ്പിൽ നിന്നും ആദ്യമായി കോളനി സ്ഥാപിക്കാൻ വേണ്ടി പടയോട്ടം നടത്തിയ സ്പെയിൻകാർ അവിടെ വന്ന് എത്തി. വിൻസെന്റ് യാനസ് പിൻസോൺ എന്ന ഒരു നാവികനായിരുന്നു അവിടെ വന്ന് എത്തി അവിടെ വന്ന് ചുറ്റിക്കറങ്ങിയതിനു ശേഷം അയാൾക്ക് അത് അത്രയും സംഘങ്ങൾക്ക് അത്രയും പിടിച്ചില്ല. അങ്ങനെ അവർ വിട്ട്. അതിനുശേഷം ആ വർഷത്തിൽ തന്നെ ഏപ്രിൽ മാസം എന്താണ് ഈ ഏപ്രിൽ 26-ാം തീയതി ആണെന്ന് തോന്നുന്നു, ഈ അൽവാരിസ് കബ്രാൾ എന്ന നാവികന്റെ നേതൃത്വത്തിൽ മറ്റൊരു പട വന്നു. അവര് വന്ന് അവിടെ ചുറ്റിപ്പറ്റി അവിടെ സാന്നിധ്യം കണ്ടെത്തി. അവിടെ അതിന്റെ സാൻ വിൻസെന്റോ എന്ന സ്ഥലത്ത് അവർ ആദ്യത്തെ ആവാസ സ്ഥലം സ്ഥാപിച്ചത്. ശേഷം അവരുടെ
കർമ്മ മേഖല അവിടെ സമയം ചെലവാക്കി അവിടെ ഓരോ വർഷം കൂടുന്തോറും നാടുകൾ പട്ടണത്തിലേക്ക് കടന്നു. ലാറ്റിൻ അമേരിക്കയില് ഈ പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന ഒരേ ഒരു രാജ്യം ബ്രസീൽ മാത്രമാണ്. പിന്നെ പ്രാന്തപ്രദേശങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലുള്ള ഭാഷകൾ കാണും. ഈ പോർച്ചുഗീസുകാർ വന്ന് അവിടെ ഭരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഡച്ചുകാരും വന്ന് ഇവരുമായിട്ട് ചെറിയൊരു ഏറ്റുമുട്ടലിലേക്ക് നടന്ന് പോർച്ചുഗീസിന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ വിട്ടത്. അങ്ങനെ ആധുനിക ബ്രസീലിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ പോർച്ചുഗീസിന്റെ സാന്നിധ്യം എന്നുണ്ടായി അതിനുശേഷമാണെന്ന് ചുരുക്കി നമുക്ക് പറയാം. ഇതോടെ ബ്രസീലിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.